നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വയം ആത്മപരിശോധന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഈശോയുടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഇത്ര പരിശുദ്ധമായ ഉന്നതമായ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഒരുക്കം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ലഘുവായിട്ടുള്ള പാപങ്ങളാണ് ഉള്ളതെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ പാപമോചക ഫലങ്ങളാൽ അതിന് മോചനം ലഭിക്കും. എന്നാൽ ഗൗരവതരമായ പാപങ്ങളിൽ ആത്മാവ് വീണിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ഓരോ വ്യക്തിയും കുമ്പസാരിച്ച് ജീവിത നവീകരണം വരുത്തിയതിന് ശേഷം വേണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഈശോയെ സ്വീകരിക്കുവാനും. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വിരുന്നു വരുന്ന ഈശോയെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കാനായി നമ്മളുടെ ജീവിതങ്ങളെ ഒരുക്കുവാനും ജീവിത പരിശുദ്ധിയിൽ നിലനിൽക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.